ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ബോംബെ ചട്നിയാണ്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് ചെറുതീയിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ നന്നായി യോജിപ്പിച്ച് വെക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി 2 സവാള അരിഞ്ഞതും 3 പച്ചമുളകും ചേർത്ത് വഴറ്റുക. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി ഒരുപാട് വെന്തുടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കടലപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഗ്രേവിക്ക് ആവശ്യമായ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ചെറുതീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയിലയും പുളിക്ക് ആവശ്യമായ നാരങ്ങ നീര് കൂടി ചേർത്താൽ വളരെ രുചിയുള്ള ബോംബെ ചട്നി റെഡി. ഇത് അപ്പം, ദോശ, ചപ്പാത്തി എന്നിവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.